മോഹൻലാൽ ചിത്രം പക്ഷേ 1994 ഇന്നും മനസ്സിൽ മായാത്ത ഒരു ക്ലാസിക് മലയാള ചിത്രം. ഒരു തെറ്റായ തീരുമാനം. ഒരു ജീവിതം മുഴുവൻ പിന്തുടർന്നാൽ എന്താകും? അതാണ് പക്ഷേ പറയുന്ന കഥ. മോഹൻലാലിന്റെ അഭിനയജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ബാലചന്ദ്ര മേനോൻ. ഇന്ന് നമുക്ക് ഈ ക്ലാസിക് സിനിമയെ ഒന്ന് വീണ്ടും ഓർക്കാം. സിനിമയെക്കുറിച്ച് 1994 സംവിധായകൻ മോഹൻ ഒരുക്കിയ ചിത്രമാണ് പക്ഷേ. തിരക്കഥ ചെറിയൻ കൽപ്പകവാടിയുടേത്. പ്രധാന വേഷങ്ങളിൽ മോഹൻലാൽ, ശോഭന, ശാന്തികൃഷ്ണ എന്നിവർ. സംഗീതം ജോൺസൺ. ചിത്രം റിലീസ് സമയത്ത് നിരൂപക് പ്രശംസ നേടിയിരുന്നു. കഥ പറയുന്നത്, ബാലചന്ദ്രൻ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ IAS ഓഫീസറാകുന്നു. അവന്റെ പ്രണയിനിയാണ് നന്ദിനി. പക്ഷേ കുടുംബത്തിന്റെ കടബാധ്യതയും അച്ഛന്റെ മരണവും അവനെ വലിയൊരു തീരുമാനത്തിലേക്ക് തള്ളിവിടുന്നു. സ്വന്തം പ്രണയം ഉപേക്ഷിച്ച് സാമ്പത്തിക സുരക്ഷയ്ക്കായി മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരുന്നു. ആ ഒരു തീരുമാനം അവന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു. മോഹൻലാലിന്റെ പ്രകടനം. ഈ സിനിമയിൽ മോഹൻലാൽ വലിയ ഡയലോഗുകൾ കൊണ്ടല്ല നമ്മെ പിടിച്ചിരുത്തുന്നത്. മുഖഭാവം, കണ്ണുകൾ, ചെറിയ നിശബ്ദ നിമിഷങ്ങൾ, അതിലൂടെ തന്നെ ബാലചന്ദ്രന്റെ ഉള്ളിലെ വേദന അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ശോഭനയുടെ പ്രകടനം. നന്ദിനിയായി ശോഭന അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. അമിതമായ വികാരപ്രകടനങ്ങളില്ലാതെ ഒരു സ്ത്രീയുടെ സ്നേഹവും കാത്തിരിപ്പും നിരാശയും വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്നു. സിനിമയുടെ ശക്തികൾ. ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളുടെ വില എന്താണെന്ന് ചിത്രം ചോദിക്കുന്നു. കുടുംബബാധ്യതയും വ്യക്തിപരമായ സന്തോഷവും തമ്മിലുള്ള സംഘർഷം ഇന്നും പ്രസക്തമാണ്. ജോൺസന്റെ സംഗീതം സിനിമയുടെ വികാരങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. മന്ദഗതിയിലുള്ള അവതരണമെങ്കിലും ഓരോ രംഗത്തിനും അർത്ഥമുണ്ട്. പല പ്രേക്ഷകരും ഇതിനെ വീണ്ടും വീണ്ടും കാണാവുന്ന ഒരു ക്ലാസിക് എന്ന നിലയിൽ വിലയിരുത്തിയിട്ടുണ്ട്. ചെറിയ പോരായ്മകൾ. ഇന്നത്തെ തലമുറയ്ക്ക് സിനിമയുടെ പേസിംഗ് കുറച്ച് സ്ലോ ആയി തോന്നാം. ചില തീരുമാനങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉയർന്നിട്ടുണ്ട്. അതാണ് ഈ സിനിമ ഇന്നും ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണം. ഇന്നും എന്തുകൊണ്ട് കാണാം? പക്ഷേ ഒരു പ്രണയകഥ മാത്രമല്ല, ജീവിതത്തിൽ നാം എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ വില എത്ര വലുതാകാം എന്ന് കാണിക്കുന്ന സിനിമയാണ് ഇത്. കുടുംബം, കടമ, പ്രണയം, പശ്ചാത്താപം എല്ലാം ചേർന്ന ഒരു വൈകാരിക യാത്ര. ക്ലാസിക് മലയാള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതാത്ത ചിത്രമാണ് പക്ഷേ. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയ പ്രകടനങ്ങളിൽ ഒന്നായി ഈ സിനിമയെ ഇന്നും പലരും കണക്കാക്കുന്നു. നിങ്ങൾ പക്ഷേ കണ്ടിട്ടുണ്ടോ? ഈ സിനിമയുടെ അവസാനം നിങ്ങൾക്ക് ശരിയായ തീരുമാനം എന്താണെന്ന് തോന്നി? കമന്റിൽ അഭിപ്രായം പറയൂ. ഇത്തരത്തിലുള്ള ക്ലാസിക് സിനിമ റിവ്യൂകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.